വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന്റെ നമ്പർ കുറച്ച് പഠിക്കുള്ളൂ വെച്ചാലും പഠിക്കുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ കറണ്ട് അഫയേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയായിട്ട് അത് എങ്ങനെ നേടിയെടുക്കാം, മാർക്ക് നേടിയെടുക്കാം, ആ രൂപത്തിലാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസവും 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. 2040 ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിൽ എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ചന്ദ്രയാൻ 4 മിഷന് കേന്ദ്ര സർക്കാർ എത്ര കോടി രൂപയാണ് അനുവദിച്ചത്? 2104.06 കോടി രൂപയാണ്. ഇതുകൂടാതെ ആദ്യ ശുക്രദൗത്യമായ വീനസ് ഓർബിറ്റർ മിഷൻ കേട്ടോ, അതായത് ശുക്രയാന് 1236 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. 2028 മാർച്ചിലാണ് വിക്ഷേപണം കേട്ടോ. ഇന്ത്യൻ കാടുകളിൽ നിന്ന് അപ്രത്യക്ഷമായ ചീറ്റകളെ രാജ്യത്ത് വീണ്ടും പുനരധിവസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രോജക്റ്റ് ചീറ്റ എന്നാണ് തുടങ്ങിയത്? 2024 സെപ്റ്റംബർ 17 തുടങ്ങിയത്. അപ്പൊ അതിന് ഇപ്പോ എത്ര വയസ്സ് തികഞ്ഞു? 2 വർഷമായി അല്ലെ. 2022 നമീബിയയിൽ നിന്ന് എത്തിച്ച 8 ചീറ്റകൾ അടങ്ങുന്ന ആദ്യ ബാച്ചിനെ മധ്യപ്രദേശിലെ ഷിയോപൂർ ജില്ലയിലെ കുനോ ദേശീയോദ്യാനത്തിൽ എത്തിച്ചത്. അപ്പൊ മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിൽ 2022 നമീബിയയിൽ നിന്ന് എത്തിച്ച 8 ചീറ്റകളെ പാർപ്പിക്കുകയാണ്. ഇപ്പൊ നിലവില് 24 ചീറ്റകൾ ഉണ്ട് ഇവിടെ, അത് ഇന്ത്യയിലുണ്ട്. അതിൽ 12 കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഡൽഹിയിലെ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിഷി? 3ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. ആദ്യത്തത് കോൺഗ്രസിന്റെ ഷീല ദീക്ഷിത്തും രണ്ടാമത്തത് BJPയുടെ സുഷമ സ്വരാജുമാണ്. ഇനി 34ാം വയസ്സിൽ ഡൽഹിയുടെ ആദ്യ മുഖ്യമന്ത്രിയായ ചൗധരി ബ്രഹ്മപ്രകാശ് യാദവിന് ശേഷം പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് 43-കാരിയായ അതിഷി. അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടി നേതാവ് കൂടിയായ അതിഷി മുഖ്യമന്ത്രിയാവുകയാണ്. ഇപ്പോഴുള്ള സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ആർക്കാണ്? അതിഷിക്കാണ്. തമിഴ്നാട്ടിൽ ഏത് രാഷ്ട്രീയ കക്ഷിയാണ് 2024 75ാം പിറന്നാൾ ആഘോഷിക്കുന്നത്? DMK ആണ് കേട്ടോ. 1949 സെപ്റ്റംബർ 17 DMK അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രവർത്തനം ആരംഭിച്ചത്. അതായത് 1949 സെപ്റ്റംബർ 17 CN അണ്ണാദുരൈയുടെ നേതൃത്വത്തിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം പ്രവർത്തനം ആരംഭിച്ചു. DMK പ്രവർത്തനം ആരംഭിച്ചു കേട്ടോ. ഇനി അടുത്തിടെ പേജർ സ്ഫോടനം ഉണ്ടായി. പേജർ നമ്മുടെ ഇവിടെയൊക്കെ മൊബൈലൊക്കെ വരുന്നേക്കാൾ മുന്നേ പേജർ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പേജറിനെ കുറിച്ച് പറയാം നമുക്ക്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് അടുത്തിടെ പേജർ സ്ഫോടന പരമ്പരയില് ജീവ അപായം ഉണ്ടായത് എന്നാണ് പറയുന്നത്? ലെബനനും സിറിയയുമാണ്. അപ്പൊ ലെബനനില് ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ള, ഇതിനു മുമ്പുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ ഞാൻ ഹിസ്ബുള്ളയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹിസ്ബുള്ളയിലെ അംഗങ്ങളാണ് ഏറെയും സ്ഫോടനത്തിന് വിധേയരായത്. പേജർ സ്ഫോടനത്തിന് പിന്നാലെ ലെബനനിൽ വാക്കി ടോക്കിയും പൊട്ടിത്തെറിക്കുകയുണ്ടായിട്ട്. അപ്പൊ വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ചു, അതുപോലെ തന്നെ പേജറും. മൊബൈൽ ഫോണുകൾക്ക് മുമ്പ് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണമാണ് ഏത്? പേജർ എന്ന് പറയുന്നത്. PAGER പേജർ. SMS പോലെയുള്ള ടെക്സ്റ്റ് സന്ദേശം നൽകാൻ മാത്രമേ ഇതിന് കഴിയുള്ളൂ. ലൊക്കേഷനുകളും മറ്റും കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്തത് കൊണ്ട് തന്നെ പല സായുധ സംഘങ്ങളും പേജർ ഇപ്പോഴും ഉപയോഗിച്ചു വരുന്നുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൊബൈൽ ആണെങ്കിൽ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലോ. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുന്ന ഏത് തീരുമാനമാണ് കൈക്കൊണ്ടത്? 2024 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാവാകുന്ന വനിതാ ടീമിന് പുരുഷ ജേതാക്കളുടെ അതേ തുക സമ്മാനമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇതോടെ അന്താരാഷ്ട്ര ടൂർണമെന്റിൽ വനിതകൾക്ക് പുരുഷന്മാരുടെ അതേ സമ്മാനം നൽകുന്ന ആദ്യ കായിക സംഘടനയായി ആര്? ICC. അപ്പൊ നമ്മുടെ എന്താ പറയാ ലോകകപ്പ് വനിതാ 2020 ലോകകപ്പ് നടന്നു. ഫൈനൽ മത്സരത്തില് ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തോൽപ്പിച്ച് ന്യൂസിലൻഡ് ആണ് കിരീടം നേടിയത്. അപ്പൊ അവർക്ക് എന്ത് കിട്ടുകയാണ്? $23.4 ലക്ഷം കിട്ടി. രൂപ കിട്ടിയതൊന്നും ഓർക്കണ്ട, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത്
ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയില് ഏത് രാജ്യത്തെ തോൽപ്പിച്ചാണ് അതായത് ഇന്ത്യ കിരീടം നേടിയതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ചൈനയെ. ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ഏത് രാജ്യത്തെ തോൽപ്പിച്ച് കിരീടം നേടി? ചൈനയെ തോൽപ്പിച്ച് കിരീടം നേടി. ഇന്ത്യയുടെ അത് 5ാമത്തെ കിരീടമാണ് കേട്ടോ. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ടൂർണമെന്റിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ലോകമുള്ള ദിനം വേൾഡ് ബാംബു ഡേ എന്നാണ്. സെപ്റ്റംബർ 18 ആണ്. 70 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന കേന്ദ്ര പദ്ധതിയുടെ പേരെന്താണ്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. 6 കോടി മുതിർന്ന പൗരന്മാരുള്ള 4.5 കോടി കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയുടെ ഈ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് ലഭിക്കും കേട്ടോ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് അമ്പയർ ആകുന്ന ആദ്യ പാകിസ്ഥാനി വനിത ആരാണ്? സലിമ ഇംതിയാസ്. സലിമ ഇംതിയാസ് 52കാരിയാണ് കേട്ടോ. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകന്മാരുടെ സംരക്ഷണത്തിനായി രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച സംരക്ഷണ കേന്ദ്രം എവിടെയാണ്? യുപിയിലാണ്. ജഡായു കൺസർവേഷൻ ആൻഡ് ബ്രീഡിംഗ് സെന്റർ, മഹാരാജ്ഗഞ്ച് യുപി കേട്ടോ. ഇനി ബ്രിട്ടനില് NHS ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന്റെ പേരെന്താണ്? ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ സയന്റിസ്റ്റ് കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പാണ് MAL. MAL. 1972 കണ്ടെത്തിയ ANWJ എന്ന് പറയുന്ന ആന്റിജനിൽ നിന്ന് നടത്തിയ ഗവേഷണമായിട്ടാണ് പുതിയത് ഇവിടെ ഇപ്പൊ കണ്ടെത്തിയത് കേട്ടോ. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണ്ട, എത്ര മാത്രം നോക്കിയാൽ മതി. ബ്രിട്ടനിലെ NHS ശാസ്ത്രജ്ഞർ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിന്റെ പേര് MAL എന്നാണ്. ഏത് സന്നദ്ധ സംഘടനയാണ് റഷ്യയിലെ തങ്ങളുടെ 32 വർഷത്തെ പ്രവർത്തനം അവസാനിപ്പിച്ചത്? ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ലോകത്തിടനീളം സംഘർഷങ്ങളോ പകർച്ചവ്യാധികളോ എന്തുണ്ടായാലും അവിടെയൊക്കെ പോയി ആദ്യ സഹായം എത്തിക്കുന്ന സംഘടനയായിരുന്നു ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്. ആസ്ഥാനം എവിടെയായിരുന്നു? സ്വിറ്റ്സർലൻഡ് ആയിരുന്നു കേട്ടോ. ഭക്ഷ്യസംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ന്യൂഡൽഹിയിൽ നടത്തിയ 4 ദിവസം നീണ്ട ആഗോള പ്രദർശനത്തിന് കൊടുത്തിരുന്ന പേരെന്താണ്? വേൾഡ് ഫുഡ് ഇന്ത്യ 2024 എന്നാണ് പേര്. ഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ നടന്ന പ്രദർശനത്തിൽ 90 രാജ്യങ്ങൾ പങ്കാളികളായി. കേരളത്തിൽ ഏത് ജില്ലയിലാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്? മലപ്പുറം ജില്ലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമായിരുന്ന എംപോക്സ് ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമായിട്ട് മാറി. 1980 ലോകമെമ്പാടും നമ്മൾ ഉന്മൂലനം ചെയ്തു എന്ന് പറയുന്ന ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരി ഉണ്ടല്ലോ, അതിന്റെ ശരിയായിട്ടുള്ള രോഗലക്ഷണങ്ങളാണ് ഈ എംപോക്സിൽ കാണപ്പെടുന്നത് കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യ വനിതാ യുദ്ധ വൈമാനികരിൽ ഒരാൾ കൂടിയായ മോഹന സിംഗ് ആണ് ആ പദവി നേടിയത്. ആരാണ്? മോഹന സിംഗ്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? റിയാദ് മാത്യു ആണ്. കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച NPS വാത്സല്യ എന്താണ്? NPS വാത്സല്യ? രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന പദ്ധതിയാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ സ്കീമിൽ രജിസ്റ്റർ ചെയ്ത് അംഗമാക്കാനായിട്ട് പറ്റും. 2024 സെപ്റ്റംബർ 20 അന്തരിച്ച ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ ഉണ്ടല്ലോ, അവർ ആദ്യമായി അഭിനയിച്ച സിനിമ ഏതാണ്? ശ്രീരാമ പട്ടാഭിഷേകമാണ്. ഇനി KPSCയുടെ മൂലധനം എന്ന നാടകത്തിലൂടെയാണ് അവര് അഭിനയ രംഗത്തിൽ എത്തുന്നത്. അടുത്തിടെ അന്തരിച്ച വേലായുധൻ പണിക്കശ്ശേരി ഏത് നിലയിൽ പ്രശസ്തി നേടിയ വ്യക്തിയാണ്? ചരിത്രകാരനാണ് കേട്ടോ. സഞ്ചാരികൾ കണ്ട കേരളം, ഇബിൻ ബത്തൂത്ത കണ്ട ഇന്ത്യ, കേരളം 15ഉം 16ഉം നൂറ്റാണ്ടുകൾ തുടങ്ങിയവ ആരുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്? വേലായുധൻ പണിക്കശ്ശേരിയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ്. ലോക അൽഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. സിന്ധു നദീതട നാഗരികത അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തെ പറ്റി ലോകമറിഞ്ഞ ലേഖനം പ്രസിദ്ധീകൃതമായിട്ട് 2024 എത്ര വർഷം തികയുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 100 വർഷം. 1924 സെപ്റ്റംബർ 20 ഇല്ലസ്ട്രേറ്റഡ് ലണ്ടൻ ന്യൂസിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്നത്തെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ജോൺ മാർഷൽ എഴുതിയ ലേഖനങ്ങളാണ് ഈ നാഗരികതയെ പറ്റി ലോകമറിയാൻ കാരണമായത്. 1921-22 പാകിസ്ഥാനിലെ ഹാരപ്പയിൽ പരിവേഷണം നടത്തിയ ദയാറാം സാഹിനി, 22 മോഹൻജേദാരോയില്
ഉത്ഖനനം നടത്തിയ R.D. ബാനർജി എന്നിവരാണ് ഹാരപ്പൻ നാഗരികതയുടെ കണ്ടെത്തലിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തികൾ. ഇവരെ കുറിച്ചൊക്കെ R.D. ബാനർജി, ദയാറാം സാഹിനി, ഇവരെ കുറിച്ചൊക്കെ ജോൺ മാർഷൽ, ഇവരെ കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷകൾക്ക് മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ ഏൻഷ്യൻ ഇന്ത്യ ഭാഗങ്ങളിലൊക്കെ ഉള്ള പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സ്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾ എഴുതി നിറയ്ക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനായിട്ട്. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.